നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത്. അങ്ങനെ നാളത്തെ വിശേഷത്തില് അലീന കൃഷ്ണമോളെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുകയാണ്. കൃഷ്ണമോൾക്ക് ഭയങ്കര വിഷമമായിരുന്നു. അച്ഛനും അമ്മയും തമ്മിലുള്ള അടി. ആഹാരം കഴിക്കാൻ വന്നിരുന്നാൽ പോലും ഒരു സമാധാനം കൊടുക്കുന്നുണ്ടായിരുന്നില്ല. ആ സമയം അലീന പറഞ്ഞു, ഞാൻ ഇങ്ങോട്ടേക്ക് വന്നോണ്ടല്ലേ, അതുകൊണ്ടല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. മോൾക്ക് ദേഷ്യമുണ്ട് എന്നോട്. അത് കേട്ടപ്പോ കൃഷ്ണ പറഞ്ഞു, ദേഷ്യമോ? എനിക്കാ? ചേച്ചിയോടോ? ഒരിക്കലും ദേഷ്യമില്ല. അതിന് എന്റെ ചേച്ചിയല്ലേ ഇത്, പിന്നെ ഞാൻ എന്തിനാ ദേഷ്യപ്പെടുന്നേ? അത് കേട്ടപ്പോ അലീന പറഞ്ഞു, എന്നാലും ഇല്ല. അമ്മയുടെ സ്വഭാവം എനിക്ക് പണ്ടേ മുതൽ അറിയാവുന്ന, പക്ഷെ ഇപ്പൊ എനിക്ക് കൂടുതൽ അത് വ്യക്തമായെന്ന് പറയാ. അതെന്താ മോളെ നീ അങ്ങനെ പറഞ്ഞേ? ഒന്നുമില്ല, അച്ഛൻ ശരിക്കും പറഞ്ഞ പാവ. രോഹിത്തേട്ടൻ കാണിച്ചേനല്ലേ അച്ഛൻ രോഹിത്തേട്ടന്റെ കർണത്തടിച്ചേ. അല്ലെങ്കിലും രോഹിത്തേട്ടൻ അങ്ങനെ ചെയ്യാൻ കൊള്ളാവോ? ആ ആഹാര സാധനം വലിച്ചെറിയേണ്ട കാര്യം ഉണ്ടായിരുന്നോ? ശരിക്കും അമ്മ വളം വെച്ചു കൊടുക്കുന്നോണ്ടാ രോഹിത്തേട്ടൻ ഇങ്ങനെ ആയി തീർന്നേ. അമ്മ ഒന്നും പറയില്ല. അതൊക്കെയാ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ പറഞ്ഞു കൊടുക്കേണ്ട സമയത്ത് പറഞ്ഞു കൊടുത്തില്ല. അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോ അമ്മയായിരുന്നു ആദ്യം പ്രതികരിക്കേണ്ടിയിരുന്നേ. പക്ഷെ അമ്മ കണ്ടില്ലേ, ഒന്നും മിണ്ടായിരുന്നേ. രോഹിത്തേട്ടന്റെ സൈഡ് നിന്നേ. അല്ലെങ്കിൽ അമ്മയൊന്നും പറയില്ലെന്ന് ഉറപ്പുള്ളതുകൊണ്ടല്ലേ രോഹിത്തേട്ടൻ അങ്ങനെയൊക്കെ ചെയ്തേ. പിന്നെ ബബിതേച്ചി സപ്പോർട്ട് ചെയ്ത് നിൽക്കുക. പാവ അച്ഛൻ. എനിക്ക് അച്ഛന്റെ കാര്യം ഓർത്തിട്ട് ടെൻഷനുണ്ട്. അച്ഛൻ ഒന്നാമത്തെ കാര്യം അറ്റാക്ക് ഒക്കെ വന്നിട്ടിരിക്കുന്നതല്ലേ, അതുപോലും ഈ അമ്മയോ രോഹിത്തേട്ടനോ ബബിതേച്ചി ആരും കാണുന്നില്ല എന്ന് പറഞ്ഞു. അലീന പറഞ്ഞു, സാരമില്ല, എല്ലാം ശരിയാവുമെന്ന് പറയാം. എല്ലാം ശരിയാവുന്നൊന്നും എനിക്ക് തോന്നില്ല. അങ്ങനെ ശരിയാണെങ്കിൽ അമ്മ നേരെയാവണം. അമ്മ നേരെയാവുമെന്നും എനിക്ക് തോന്നില്ല. അമ്മയുടെ സ്വഭാവം കണ്ടില്ലേ, ഒരുമാതിരി വെട്ടുപോത്തിനെ കുറിച്ചൊരു സ്വഭാവ. വെട്ടാൻ വരുന്ന പോലെ ഒരു സ്വഭാവത്തോടെ ഇങ്ങോട്ട് വരുന്നേ. നമ്മൾ എന്തൊരു നല്ല കാര്യം പറഞ്ഞുകൊണ്ട് എന്നാലും അമ്മയ്ക്ക് അതൊന്നും ഇഷ്ടപ്പെടില്ല എന്ന് പറയണേ. ഇനിയിപ്പോ ഇതിന്റെ പേരിൽ എന്തൊക്കെ ഭൂകമ്പം ഉണ്ടാവും അറിയില്ല. പിന്നീട് കൃഷ്ണമോളോട് പറഞ്ഞു, മോൾക്ക് ഞാൻ ആഹാരം എടുത്ത് അട്ടേന്ന് ചോദിക്കാം. വേണ്ട അച്ചി, എനിക്ക് വിശക്കണില്ല എന്ന് പറയണ. ഇതേ ഇപ്പൊ തന്നെ എന്റെ വയറ് നിറഞ്ഞെന്ന് പറഞ്ഞിട്ട് കൃഷ്ണമോൾ അങ്ങോട്ടേക്ക് പോയി. അല്ല, എനിക്ക് ഭയങ്കര വിഷമമായി. കാരണം കൊച്ചു കഴിക്കാനെടുത്ത ആഹാരമാണ് രോഹിത് തട്ടി എറിഞ്ഞു കളഞ്ഞത്. ഈ സമയം ഭയങ്കര കട്ടക്കലിപ്പായിരുന്നു വൈജയന്തി മുറി പോയിട്ട് ഇങ്ങനെ ആലോചിച്ച് എന്ത് ചെയ്യണമെന്ന്. പിന്നീട് കമലയെ വിളിക്കുകയാണ്. കമലയെ വിളിച്ചപ്പോ കമല ചോദിച്ചു, അല്ല എന്താ വൈജയന്തി ചോദിക്കുകയാണ്. കമലടുത്തി, ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അധിക ദിവസമൊന്നും ഞാനിവിടെ ഉണ്ടാകത്തില്ല. ഇവിടെ ഉണ്ടാവത്തില്ലെന്നോ? അത് ശിവേട്ടനെയും അതുപോലെ തന്നെ രാജീവനെയൊക്കെ ഒന്ന് വിളിക്കണം. അല്ല, കാര്യം എന്നാ വെച്ചാൽ പറ. ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കണം. ബാലേന്ദ്രൻ അവളെ ദത്തുപുത്രയായിട്ട് കണക്കാക്കി എല്ലാ അധികാരങ്ങളും അവകാശങ്ങളും കൊടുത്തിരിക്കുക. ഇന്ന് രോഹിത്തിന്റെ കർണത്തടിച്ചു. എന്തിനേറെ പറയുന്നു, ഞങ്ങൾക്ക് ഇവിടെ സ്വന്തമായിട്ട് ആഹാരം വെച്ചുണ്ടായി കഴിക്കാനുള്ള പെർമിഷൻ പോലും ഇല്ല. വേണമെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിച്ച് കഴിച്ചോണമെന്ന്, അല്ലെങ്കിൽ വേറെന്തേലും ചെയ്തോണോന്ന്. അല്ലാതെ ഇവിടെ അതൊന്നും നടക്കില്ല എന്നാ പറയണേ. അല്ല, അതിന് മാത്രം ഇപ്പൊ എന്താ ഉണ്ടായത്? പിന്നെ അവിടെ നടന്ന സംഭവങ്ങളൊക്കെ പറയണ. അപ്പോഴേക്കും കമല പറഞ്ഞു, ഒരു കാര്യത്തിൽ നല്ലതല്ലേ, അവള് വെറുതെ വീട്ടിൽ കയറി ഇരിക്കുന്നേക്കാളും നല്ലതല്ലേ അവിടുത്തെ ജോലികളൊക്കെ ചെയ്യുന്ന വൈജയ്. നീ പിന്നെ എന്തിനാ എന്റെ ഇടയ്ക്കിലേക്ക് കയറുന്നേ? കമലടുത്തേക്ക് അറിയാത്തോണ്ടാ. അവളിവിടെ നിൽക്കുന്ന പോലും എനിക്ക് ഇഷ്ടമില്ല. അവളെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പറഞ്ഞു വിടാൻ വേണ്ടിട്ടാ ഞാൻ അമ്മയെ കൊല്ലപ്പള്ളി വീട്ടിലേക്ക് കൊണ്ടുവന്ന് വിട്ടത് തന്നെ. പിന്നെയാണോ? ഇനി എന്തായാലും ഞാനൊരു കാര്യം തീരുമാനിച്ചു. ഇങ്ങനെ പോവുകയാണെങ്കിൽ ഒന്നെങ്കിൽ രാജീവോ അല്ലെങ്കിൽ ശിവേട്ടനോ ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കണം. അല്ലെ ഞാനും എന്റെ പിള്ളേരും കൂടെ കൂടിയിട്ട് അങ്ങോട്ടേക്ക് വരാൻ പോവാ. ഇങ്ങോട്ടേക്കോ? അതെ, എനിക്കൂടെ അവകാശമുള്ള വീടല്ലേ. തറവാട് അതിന് ഭാഗം വെച്ചിട്ടൊന്നുമില്ലല്ലോ. തറവാട് സ്വത്തും വീതം വെച്ചിട്ടൊന്നുമില്ല. അപ്പൊ പിന്നെ എനിക്കവിടെ അവകാശമുണ്ട്. എനിക്കവിടെ വന്ന് നിൽക്കുന്നതിനും കുഴപ്പമില്ല. എന്റെ അമ്മയുണ്ടല്ലോ അവിടെ. കുട്ടികൾ അവിടുന്ന് സ്കൂളിലും പോയിക്കോളും. അത് കേട്ടപ്പോ കമലയുടെ നെഞ്ചിനകത്തൊരു ഇടുത്തി വീണു. എന്റെ ദൈവമേ. കമല പറഞ്ഞു, അല്ല, ഇതൊക്കെ ഇത്ര ഇടപെടിയെന്ന് വേണോ? ഒന്ന് ആലോചിച്ചിട്ട് പോരെ. ഇനി ഒന്നും ആലോചിക്കാനല്ല കമലടുത്തി. എന്റെ കാര്യത്തിനൊരു തീരുമാനം ഉണ്ടാക്കിയില്ലെങ്കിൽ ഞാൻ എന്റെ കുട്ടികളെ വിളിച്ചോണ്ട് അങ്ങോട്ടേക്ക് വരും. ഞാൻ പിന്നെ അവിടെ നിൽക്കാൻ പോകുന്നേ. ബാലേന്ദ്രനും ദത്തുപുത്രനും കൂടെ ഇവിടെ കഴിയുവോ എന്ത് വേളം ചെയ്തോട്ടെ, അതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല. കമല പറഞ്ഞു, ഒരു കാര്യം ചെയ്യ വൈജയ്, ഞാൻ ശിവേണ്ണോടൊക്കെ ഒന്ന് സംസാരിക്കട്ടെ. നീ എടുത്തു ചാടി ഒരു തീരുമാനം ഒന്നും എടുക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ കോള് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോ കമലയ്ക്കാകെപ്പാടെ കട്ടക്കലിപ്പ. കാരണം എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. കമല പെട്ടെന്ന് തന്നെ ശിവശങ്കരനെ വിളിക്കുകയാണ്. ശിവശങ്കരനെ വിളിച്ചപ്പം ശിവശങ്കരൻ ചോദിച്ചു, എന്താ കമലെ, നീ മുമ്പേ വിളിച്ച് വെച്ചല്ലേ ഉള്ളൂ? വിളിച്ചു വെച്ചോളൂ, പക്ഷെ പുന്നാര പെങ്ങള് കാരണം എന്റെ സ്വസ്ഥത സമാധാനമൊക്കെ പോയിരിക്കുക. അവൾ എന്ത് തെറ്റിയെന്നാ? അവളൊന്നും ചെയ്തിട്ടില്ല, ചെയ്യാൻ പോകുന്നുള്ളൂ. അവൾ അവളുടെ മക്കളെ കെട്ടിയെടുത്തോണ്ട് ഇങ്ങോട്ടേക്ക് വരാൻ പോവാന്ന്. കൊല്ലപ്പള്ളി വീട്ടിലേക്കോ? അതെന്തിനാ അവൾ ഇങ്ങോട്ടേക്ക് വരുന്നേ? അവളെ കെട്ടിച്ചു വിട്ടല്ലേ, അവള് കടപ്പാട്ടരല്ലേ. അതെ, അവൾക്ക് അവിടെ നിൽക്കാൻ പറ്റില്ലെന്ന്, അതുകൊണ്ട് അവൾ ഇങ്ങോട്ടേക്ക് വരാൻ പോവാന്ന്. നിങ്ങൾക്കറിയാലോ,
എനിക്ക് അവളെ കണ്ണെടുത്താൽ കാണത്തില്ല. അവളുടെ സ്വഭാവം എനിക്കങ്ങ് പിടിക്കത്തില്ല. ഞങ്ങൾ രണ്ടും തമ്മിൽ ചേർത്തുമില്ല. അല്ല ഇപ്പൊ എന്തിനാ അവൾ അവിടെ വന്നിരിക്കുന്നേ? എന്തിനാന്നോ? അവള് ബാലേന്ദ്രനുമായിട്ട് ചേരില്ലാത്തോണ്ട്. പറഞ്ഞില്ലേ ശിവേട്ട കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടോന്ന്. ഒന്നെങ്കിൽ രാജീവും ശിവേട്ടനും ഒക്കെ ഒന്ന് പ്രശ്നം തീർക്കണമെന്ന്, അല്ലെങ്കിൽ അവൾ ഇങ്ങോട്ടേക്ക് വരാൻ പോവാന്ന്. അവള് പറഞ്ഞെന്താന്നറിയോ? അവളുടെ അവകാശം ഒന്നും ഇവിടുന്ന് കൊടുത്തു വിട്ടല്ലോ. തറവാടൊന്നും ഭാഗം വെച്ചിട്ടില്ലല്ലോ, സ്വത്തുക്കളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ പിന്നെ എനിക്കും അവിടെ അവകാശമില്ലേ? എനിക്ക് എത്ര കാലം വേണം വന്നിരിക്കാലോന്ന്. ഇത് കേട്ടുകഴിഞ്ഞപ്പോ ശിവശങ്കരൻ പറഞ്ഞു, ഇതിപ്പം വൈജയന്തി അലീനയും ബാലേന്ദ്രനും നമ്മളുടെ പ്രശ്നത്തിനിടയ്ക്ക് നമ്മുടെ സ്വസ്ഥത സമാധാനമാണല്ലോ പോന്നേ. ഇതിപ്പം നമുക്കിട്ടുള്ള പണിയാണല്ലോ എന്ന് പറയണേ. അത് ശിവേട്ട എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തേ മതിയാവുള്ളൂ. അല്ലെങ്കിൽ ഉണ്ടല്ലോ എനിക്ക് സഹിക്കുന്നില്ല എന്ന് പറയണം. ഇങ്ങോട്ടെങ്ങാനും വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അല്ലെങ്കിൽ തന്നെ നിങ്ങളുടെ അമ്മയെ കൊണ്ട് ഞാൻ പൊറുതി മുട്ടിയിരിക്കുക. അവരെ എങ്ങനെ പറഞ്ഞു വിടുമെന്ന് ഓർത്തിരിക്കുമ്പോഴത്തേനും അവരെല്ലാം കൂടി ഇങ്ങോട്ട് കെട്ടിയെഴുന്നള്ളി വന്നാൽ ഞാൻ എന്ത് ചെയ്യും? പിന്നീട് ശിവശങ്കരൻ പറഞ്ഞു, അതെ നീ സമാധാനപ്പെട്, ഞാൻ രാജീവിനെ ഒന്ന് വിളിക്കട്ടെ, എന്നിട്ട് എന്താ വെച്ചാൽ തീരുമാനിക്കാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കോള് കട്ട് ചെയ്തു. ഇത്തിരി സമയം കഴിഞ്ഞപ്പോൾ രാജീവിനെ വിളിക്കുവാണ് ശിവശങ്കരൻ. ഈ സമയത്ത് രാജീവന് ഓഫീസിലായിരുന്നു. അപ്പൊ ശിവശങ്കരനെ കോള് കണ്ടിട്ട് പെട്ടെന്ന് ഫോണുമായിട്ട് പുറത്തേക്ക് ഇറങ്ങി. എന്താ ശിവേട്ട, കാര്യം എന്താന്ന് ചോദിക്കുകയാണ്. അതെ കമല എന്നെ ഇപ്പൊ വിളിച്ചിട്ടുണ്ടായിരുന്നു. അല്ല കാര്യം എന്താന്ന് വെച്ചാൽ പറ. വൈജയുടെ പ്രശ്നം ഒന്നും കൂടെ രൂക്ഷമായിക്കൊണ്ടിരിക്കുക. ഇതിങ്ങനെ പോയാൽ ശരിയാവുമെന്ന് തോന്നില്ല. അവൾക്ക് അവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന്, നമ്മൾ ചെന്ന പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കണമെന്ന്. അതിപ്പം നമ്മൾ എന്നിട്ട് എന്ത് ചെയ്യാനായിട്ടാ? ഞാൻ മുമ്പ് തനിച്ച് എന്നിട്ട് ഞാൻ ആകെ പടം നാണം കിട്ട ഇറങ്ങിപ്പോന്നെ. ഇനിയിപ്പോ അതുപോലെ എന്തെങ്കിലും ഉണ്ടാവാനാണോ? ഇതങ്ങനെയല്ല. ഞാൻ ഇവിടുന്ന് വരാം. നമുക്ക് പ്രശ്നത്തിനൊരു തീരുമാനം ഉണ്ടാക്കണം. അമ്മാവന്മാരെ കൊച്ചന്മാരെയൊക്കെ വിളിക്കാം. അവരൊക്കെ വരട്ടെ, അവരും കൂടെ തീരുമാനിക്കട്ടെ. നമ്മൾ വെറുതെ ഇറക്കി വിട്ടൊന്നും അല്ല വൈജെ, കെട്ടിച്ചു കൊടുത്തല്ലേ ബാലേന്ദ്രന്. അപ്പൊ പിന്നെ നമുക്ക് ആങ്ങളമാരെ നമ്മൾക്ക് പോയി ചോദിക്കാനുള്ള അധികാരം അവകാശവും ഒക്കെ ഉണ്ട്. ഒരു കാര്യം ചെയ്യാം, നീ അടുത്ത ഫ്ലൈറ്റ് ബുക്ക് ചെയ്തോ എന്ന് പറഞ്ഞു. ആ സമയം രാജീവൻ പറഞ്ഞെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസം പോയിട്ട് വന്നോളൂ. അതൊക്കെ ശരി തന്നെയാടാ, പക്ഷെ ഞാൻ അങ്ങോട്ട് ചെന്നിട്ടൊന്നും ആവും തോന്നില്ല. പിന്നെ ഗംഗേട്ടന്റെ സ്വഭാവം വെച്ച് ഗംഗേണ്ണനെ വിളിച്ചിട്ടും കാര്യമില്ല. കമല പറയണേ ഗംഗേണ്ണ അവളോടൊപ്പം ആ അലീനയോടും ബാലേന്ദ്രനോടും ഒപ്പമാന്നാ പറഞ്ഞേ. അതുകൊണ്ട് പിന്നെ നമ്മള് ഗംഗേണ്ണനെ വിളിച്ച് സംസാരിക്കേണ്ട കാര്യം പോലും ഇല്ല. ഒരു കാര്യം ചെയ്ത് നമുക്ക് തന്നെ രണ്ടുപേർ കൂടെ ചെല്ലാം, ചെന്നിട്ട് എന്താന്ന് വെച്ചാൽ തീരുമാനിക്കാന്നൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പോ രാജീവ് പറഞ്ഞു, ഞാൻ ഈ കാര്യം തന്നെയല്ലേ ശിവേണ്ണനോട് നേരത്തെ പറഞ്ഞേ. അപ്പൊ ശിവേണ്ണൻ അതൊന്നും കേട്ടില്ല. ഇപ്പൊ എങ്ങനെയുണ്ട്? അനുഭവം വന്നപ്പോ പഠിച്ചില്ലേന്ന് ചോദിക്കണം. എടാ എനിക്ക് സ്വസ്ഥത സമാധാനമാ വേണ്ട ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ. അങ്ങനെയൊക്കെ പറഞ്ഞ് ശിവശങ്കരൻ കോള് കട്ട് ചെയ്തു. ഈ സമയത്ത് കമല നേരെ മുത്തശ്ശിയുടെ മുറിയിലേക്ക് വന്നു. മുത്തശ്ശിയുടെ മുറിയിലേക്ക് എന്നിട്ട് പറഞ്ഞു, നിങ്ങളും നിങ്ങളുടെ മകളും കാരണം എനിക്കിപ്പോൾ സ്വസ്ഥത സമാധാനമില്ല. നിങ്ങൾക്ക് ചുമ്മാ ഇവിടെ ഇരുന്നാൽ മതിയല്ലോ. ഇവിടെ വെച്ചുണ്ടാക്കിയല്ല നിങ്ങളുടെ മുന്നിൽ കൊണ്ടേ വെച്ച് തരണ്ടേ. അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു, എടി 2 ദിവസം പോലും ആയല്ലോ ഞാനിവിടെ വന്നിട്ട്. അതിനുമുമ്പ് നിനക്ക് പിറുപിറുക്കൽ തുടങ്ങിയോ? ആ കടപ്പാട്ട് വീട്ടിലാണെങ്കിൽ ആ അലീനെ കൊച്ച് എല്ലാ കാര്യങ്ങളും നല്ല ഭംഗിക്ക് നിർവഹിച്ചാനും. പിന്നെ എന്തിനാ ഇങ്ങോട്ട് പോകുന്നത്? അവിടെ ഇരുന്നാ പോരായിരുന്നോ? അപ്പൊ സുഖം കൂടി പോയിട്ടായിരിക്കും അല്ലേ? ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇപ്പോഴും ഇത് എന്റെ വീട് തന്നെയാ. നീ കൂടുതൽ ഇവിടെ കിടന്ന് ഭരിക്കാനൊന്നും വരണ്ട. അപ്പോഴേക്കും കമലയ്ക്ക് ദേഷ്യം വന്നു. മര്യാദയ്ക്ക് എന്തേലും തിന്നാൻ കിട്ടിയിട്ടുണ്ട് അതും തിന്ന് അടങ്ങി ഒതുങ്ങി ഒരു മൂലയ്ക്ക് ഇരുന്നോളാം. കൂടുതൽ ഭരിക്കാൻ വന്നാണ്ടല്ലോ, കടപ്പാട്ട് വീടല്ലേ ഇത്. ഈ കമല ആരാന്നറിയും, പച്ചവെള്ളം പോലും ചേർത്തില്ല. അവിടെ പട്ടിണി കിടന്ന് ചാകുകളെന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോയി. മുത്തശ്ശിക്ക് മനസ്സിലായി, അല്ലെങ്കിലും താൻ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ തന്നെ ഒരു കാര്യം തീരുമാനിച്ചായിരുന്നു, തനിക്കിനിയിപ്പോൾ അധികം ആയുസ് ഉണ്ടാവത്തില്ലെന്ന്. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നേരത്തെ കാലത്തൊരു ആഹാരമോ വെള്ളം ഒന്നും കമല കൊടുക്കത്തില്ല. കമലയ്ക്ക് തോന്നുമ്പോൾ കമല എന്തേലും കൊണ്ടിട്ട് കൊടുക്കും. അത് വേണേ കഴിച്ചോണം. അതൊക്കെയാണ് മുത്തശ്ശിയെ നോക്കുന്നത്. മുറി വൃത്തിയാക്കാനോ മുത്തശ്ശിയുടെ ഡ്രസ്സ് വാഷ് ചെയ്ത് കൊടുക്കാനോ ഒന്നും പോകത്തില്ല. അതൊക്കെ വല്ലപ്പോഴും എപ്പോഴേലും സമയം കിട്ടുവാണെങ്കിൽ ചെയ്ത് കൊടുക്കുക മാത്രം ചെയ്യും. അങ്ങനെയൊക്കെയാണ്. അതൊക്കെ മുത്തശ്ശിക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് മുത്തശ്ശി പറഞ്ഞ് എന്നെ നീ കൊല്ലാൻ കൊണ്ടുപോകുന്നല്ലേ എന്നൊക്കെ പറഞ്ഞത്. ഇതേസമയം അലീന ഉച്ചക്കത്തേനുള്ള ആഹാരമൊക്കെ ഉണ്ടാക്കി ബാലേന്ദ്രന്റെ മുറിയിലേക്ക് കൊണ്ടുപോവാണ്. അങ്ങനെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴത്തേനും ബാലേന്ദ്രൻ പറഞ്ഞു, ഇങ്ങോട്ട് വരാൻ പറയണ, നീ കഴിച്ചോ? ഇല്ലാന്ന് പറയണ. അതെന്താ കഴിക്കാത്തെ? അത് പിന്നെ എനിക്ക് വിശന്നില്ല. നിന്റെ വിശപ്പില്ലായ്മയുടെ കാരണം എനിക്കറിയാം. നിന്റെ മാടൻ നിന്നെ വഴക്ക് പറഞ്ഞു കാണും അല്ലേ? അത് നീ കാര്യമായിട്ട് എടുക്കണ്ട. അച്ഛനല്ലേ വിളിക്കുന്നേ, ഇങ്ങോട്ടേക്ക് വരാൻ പറയണ. എന്താച്ചാ ഇങ്ങോട്ട് ഇരിക്കാൻ പറയണ. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും ബാലേന്ദ്രൻ ഒരുള്ള ചോറ് ഉരുട്ടി എന്നിട്ട് അലീനോട് വാ വിളിക്കാൻ പറയണ. എന്താ ഇത് നിങ്ങൾ കഴിക്കാൻ പറയണ വാങ്ങി. അങ്ങനെ അലീന അത് വാങ്ങി കഴിക്കുവാണ്. അലീനയ്ക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമായി, കണ്ണൊക്കെ നിറഞ്ഞു വന്നു. ഈ സമയം ബാലേന്ദ്രൻ പറഞ്ഞു, അതെ എന്റെ മൂത്ത മകളല്ലേ നീ, അപ്പൊ ഞാന് പാപിതയെ പോലെയും കൃഷ്ണനെ പോലെയും തന്നെ നിന്നെ കാണുന്നേ, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ. ആ സമയം അലീന പറഞ്ഞു, എനിക്ക് ഇനിയും വേണമെന്ന് പറഞ്ഞ് വാ വിളിക്കണം. അമ്പടി കല്യാണപ്രായം കഴിഞ്ഞ പെണ്ണ, അവൾക്ക് വാരി കൊടുക്കണം പോലും, അവളുടെ കൊഞ്ചല് കണ്ടില്ല എന്നൊക്കെ ബാലേന്ദ്രൻ വെറുതെ പറഞ്ഞു.
അപ്പോഴേക്കും അലീന പറഞ്ഞു, അതെ എനിക്ക് എൻ്റെ അച്ഛൻ്റെ അടുത്തല്ലേ കൊഞ്ചാനായിട്ട് പറ്റുള്ളൂ, എനിക്ക് വേറെ അടുത്ത് ആരുടെ എഴുമ്പോഴത്തെ കൊഞ്ചാൻ പറ്റുമോ എന്ന് ചോദിക്കണം. അപ്പോഴേക്കും ബാലേന്ദ്രന്റെ മുഖമൊക്കെ മാറി. ബാലേന്ദ്രൻ ഭയങ്കര വിഷമായിപ്പോയി. ബാലേന്ദ്രൻ പറഞ്ഞു, നീ വിഷമിക്കണ്ട, നിനക്ക് ഞാനില്ലേ, ആരൊക്കെ ഇല്ലെന്ന് പറഞ്ഞാൽ നിനക്ക് ഞാനുണ്ട്, നിന്നെ ഞാൻ ഒരിക്കലും കൈവിടാനൊന്നും പോകുന്നില്ലെന്നും പറഞ്ഞ് അലീനെ ആശ്വസിപ്പിക്കുകയാണ്. അലീനയ്ക്കും ഭയങ്കര സന്തോഷമായി. ഇത്ര സമയം ഭയങ്കര വിഷമമായിരുന്നു വൈജയന്തി അങ്ങനെയൊക്കെ പറഞ്ഞേല്. പക്ഷെ ഇപ്പോഴാ വിഷമമൊക്കെ മാറി. അലീനയുടെ മുഖത്തിൽ പുഞ്ചിരിയൊക്കെ ഉണ്ടായി. അങ്ങനെ ബാലേന്ദ്രൻ കഴിച്ചു കഴിഞ്ഞപ്പോൾ അലീന ചോദിച്ചു, അല്ല എനിക്ക് ആ ഫോണും തരുമോ അച്ഛാന്ന് ചോദിക്കാം. അല്ല അതെന്തിനാ? എനിക്ക് രേവതിക്കുട്ടി ഒന്ന് വിളിക്കാനായിട്ടാ. ഓ അതാണോ? മുത്തശ്ശി ഉണ്ടായിരുന്ന സമയത്ത് മുത്തശ്ശിയുടെ ഫോണിൽ നിന്നാണ് വിളിച്ചോണ്ടിരുന്നേ, ഇപ്പൊ ഫോണില്ലല്ലോ. അല്ല നിന്റെ ഫോൺ എന്തിയേ? അത് പഴയ ഫോണായിരുന്നു ബ്രിജിത്താമ്മയുടെ, അത് കേടായി പോയി, അതുകൊണ്ട് ഫോണില്ലാത്തോണ്ടാ. പിന്നീട് ബാലേന്ദ്രൻ ഫോൺ കൊടുത്തു. അതിനകത്ത് രേവതിക്കുട്ടിയെ വിളിക്കുവാണ് ലീന. അങ്ങനെ വിളിച്ച് സംസാരിക്കുന്ന സമയത്ത് രേവതിക്കുട്ടി ചോദിച്ചു, അലീന ചേച്ചിക്ക് അവിടെ സുഖമാണോ? എനിക്കിവിടെ സുഖമാ. പിന്നെ ഞാൻ കോളേജിൽ പോകാൻ തുടങ്ങി കിട്ടുമെന്ന് പറയണേ. കോളേജിൽ പോകാൻ തുടങ്ങിയോ? അതെ, എന്നെ പഠിക്കാൻ കൊണ്ടേ ചേർത്തായിരുന്നു ഗ്രേസമ്മാൻ്റെ മാമച്ചനങ്ങളും. അത് കേട്ടപ്പം അലീന പറഞ്ഞു, ആഹാ നല്ല കാര്യമാണല്ലോ. അതെ നിന്നെ മകളെ പോലെ ആട്ടോ അവര് കാണുന്നേ, നീ അതുപോലെ തന്നെ അവിടെ നിൽക്കണം, ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയേക്കരുത്. ഞാൻ എന്ത് പ്രശ്നം ഉണ്ടാക്കാനാ ചേച്ചി? ഞാനൊരു പ്രശ്നമൊന്നും ഉണ്ടാക്കത്തില്ല. പിന്നെ ചേച്ചിക്ക് അവിടെ സുഖമാണോ? സുഖമാണോന്ന് ചോദിച്ചാൽ സുഖമാണ്. പിന്നെന്താ ചേച്ചി, എന്തൊരു പ്രശ്നമുള്ള പോലെ? പിന്നീട് അലീന തന്നെ ദത്തെടുത്ത കാര്യങ്ങളെല്ലാം പറയണം. എല്ലാം കേട്ടിഞ്ഞിപ്പോ രേവതിക്കുട്ടി പറഞ്ഞു, ആഹാ കൊള്ളാലോ. അതൊക്കെ ശരി തന്നെയാ. ഇനിയിപ്പോ എപ്പോഴാ അടുത്ത പ്രശ്നം ഉണ്ടാകുന്ന അറിയത്തില്ല. ചിലപ്പം മാഡത്തിന്റെ ആംഗ്ലമാരെയും കൂടെ വിളിക്കുമായിരിക്കും ഇങ്ങോട്ടേക്ക്. വിളിച്ചുകൊണ്ട് പോയത് വലിയൊരു ഭൂകമ്പം ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ടെന്ന് പറയണം. രേവതിക്കുട്ടിയും ചേച്ചി പേടിക്കൊന്നും വേണ്ട, അവിടെ ബാലേന്ദ്രനങ്ങളുണ്ടല്ലോ, അങ്ങള് കൈകാര്യം ചെയ്തോളും ബാക്കി കാര്യങ്ങളൊക്കെ. ചേച്ചി ധൈര്യമായിട്ടിരിക്കുക. ചേച്ചി എന്തിനാ പേടിച്ച് മാറി നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. ചേച്ചി അവിടുത്തെ ചോര തന്നെയാണ്. ഒരു നിവൃത്തി ഇല്ലാതെ വന്നിട്ടുണ്ടെങ്കിൽ അതങ്ങോട്ട് വിളിച്ചു പറഞ്ഞേനെന്നൊക്കെ പറയണം. ആ സമയം അലീന പറഞ്ഞു, എന്നെ കൊണ്ട് പറ്റില്ലടി, എനിക്ക് അതൊന്നും വിളിച്ചു പറയാൻ പറ്റില്ല എന്ന് പറയണം. അങ്ങനെ പറ്റില്ല എന്ന് പറഞ്ഞ് ചേച്ചി അവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ചേച്ചി അവിടെ ഇരിക്കത്ത് തന്നെയുള്ളെന്ന് പറയണം. ഇതേ സമയം രോഹിത്തും ബബിതയും വൈജയും കൂടെ സംസാരിക്കുകയാണ്. അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് രോഹിത്ത് പറഞ്ഞു, ആ കൃഷ്ണയുണ്ടല്ലോ, അവൾ അച്ഛനോടൊപ്പം നിൽക്കുന്നേ, എന്ത് അച്ഛൻ പറഞ്ഞാലും അതെല്ലാം അവൾക്ക് ഭേദവാക്യ. ആ സമയത്താണ് കൃഷ്ണയും കൂടെ വരുന്നത്. കൃഷ്ണയെ കണ്ടു കഴിഞ്ഞപ്പോൾ ബബിത പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ആ വേലക്കാരുടെ പിന്നാലുള്ള നിന്റെ നടത്തം ഉണ്ടല്ലോ അതങ്ങ് നിർത്തിയാരെ, അത് ഈ കുടുംബത്തിന്റെ അന്തസ്സിനെ എഴുന്നൊന്നും അല്ലാന്ന് പറയാണ്. കൃഷ്ണ പറഞ്ഞു, വേലക്കാരിയോ? ഏത് വേലക്കാരി? അപ്പോഴേക്കും വൈജി പറഞ്ഞു, നിനക്ക് മനസ്സിലായില്ലേ, ആ ദരിദ്രവാസി പെണ്ണ്, എവിടെയോ കിടന്ന് ഏതോ സ്ത്രീ പ്രസവിച്ച് ഉപേക്ഷിച്ചിട്ട് പോയൊരു പെണ്ണ്. അത് കേട്ട് കഴിഞ്ഞപ്പത്തിനും കൃഷ്ണയ്ക്കൊക്കെ നല്ല ദേഷ്യമായി. സ്വന്തം പെറ്റമ്മ ഇത് പറയണമെന്ന് ഓർക്കണം. അപ്പോഴേക്കും കൃഷ്ണ പറഞ്ഞു, അമ്മയ്ക്ക് നാണമില്ലേ? അമ്മയ്ക്ക് ഇത്തിരി പോലും കളച്ചറല്ലേ? അമ്മയിൽ നിന്ന് ഞാൻ ഇങ്ങനെയൊന്നും അല്ല പ്രതീക്ഷിച്ച, ഇച്ചിരി ഡിഗ്നിറ്റിയോട് കൂടി സംസാരിക്കുന്ന ഇത് ഒരുമാതിരി കച്ചറ സ്വഭാവമായിട്ട്. അപ്പോഴേക്കും വൈജയന്തി ഇങ്ങ് ചാടി എഴുന്നേറ്റു, നീയാണോടി എന്നെ പഠിപ്പിക്കാൻ വരുന്നേ? എന്നാലും അമ്മ ഒരു ബാങ്ക് ജോലിക്കാരിയല്ലേ, അമ്മ ഇങ്ങനെയൊക്കെയാണോ പറയണ്ടേ? എന്തേലും കാര്യമുണ്ടെങ്കിൽ അത് പറഞ്ഞ് സംസാരിച്ച് തീർക്കുമല്ലേ ചെയ്യണ്ടേ? ഇതിപ്പോ അമ്മയുടെ സ്വഭാവം ഒരുമാതിരി സ്വഭാവമാ. അമ്മയോട് സംസാരിക്കാൻ തന്നെ പേടിയാവുന്നുണ്ട്. ഓ നിനക്ക് അത്ര പേടിയാണ് നീ എന്നോട് സംസാരിക്കണ്ടേ? നിനക്ക് വേറെ എവിടെ ആൾക്കാരുണ്ടല്ലോ സംസാരിക്കാനായിട്ട്. അതും പറഞ്ഞു ഭയങ്കരമായിട്ട് കൃഷ്ണമോളോട് ദേഷ്യപ്പെട്ടു. പക്ഷെ കൃഷ്ണമോൾ അങ്ങനെ വിട്ടുകൊടുക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. കൃഷ്ണമോള് പറഞ്ഞു, അമ്മയുടെ കയ്യിരിപ്പോണ്ട അച്ഛൻ അമ്മയോട് ദേഷ്യപ്പെടുന്നേ എന്ന് പറഞ്ഞു. എന്താടി നീ പറഞ്ഞേ? അതെ ഞാൻ പറയുന്നത് സത്യമായിട്ടുള്ള കാര്യമാ. നീ ഒന്നും അധികം അഹങ്കരിക്കണ്ടേ, അവളോട് പോയി പറഞ്ഞേരെ, എനിക്ക് ചോദിക്കാനും പറയാനൊക്കെ ആൾക്കാരുണ്ടെന്ന്, അവര് വന്നോളൂന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് വൈജയന്തി കുറെ ദേഷ്യപ്പെട്ട് കൃഷ്ണമോളോട്. ആ സമയത്ത് കൃഷ്ണമോള് മൈൻഡ് ചെയ്യാതെ അങ്ങോട്ടേക്ക് എണീറ്റ് പോയി. കൃഷ്ണമോൾക്ക് അറിയാം, കാരണം ഒരു പക്ഷെങ്കിലും വരുവാണെങ്കിൽ തന്നെ രാജീവങ്ങളും അല്ലെങ്കിൽ ശിവശങ്കരങ്ങളൊക്കെ വരാൻ പോകുന്നുള്ളത്. വേറെ ആരെങ്കിലും വന്നാൽ പോലും അച്ഛന് മുന്നിൽ ആർക്കും പിടിച്ചിരിക്കാൻ പറ്റില്ല. ഇനിയിപ്പോ ആരൊക്കെ വന്നെന്ന് പറഞ്ഞാലും, ഇനിയിപ്പോ അമ്മയുടെ ആംഗ്ലമാരോ ആര് വന്നു പറഞ്ഞാലും അച്ഛന് മുന്നിൽ അവരൊക്കെ തോറ്റു പോകണം എന്നുള്ള കാര്യം കൃഷ്ണമോൾക്കറിയാം. അച്ഛൻ എന്തേലും വാവിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തീർന്നു അമ്മയുടെ ജീവിതം. ഇതൊക്കെ അറിയാവുന്നതുകൊണ്ടാണ് കൃഷ്ണമോൾ ഒന്നും മിണ്ടാതെ പോകുന്നത്. അമ്മ ഓൾറെഡി തോറ്റിരിക്കുന്ന ആളാ, വീണ്ടും അമ്മ തോൽവിയുടെ പടികുഴിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക എന്നുള്ള കാര്യം കൃഷ്ണമോൾക്ക് മനസ്സിലായി. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നോട് നിർത്തുന്നു. നന്ദി.